നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു സുന്ദരമായ സദസ്സ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന്, അവിടുത്തെ വാക്കുകളിൽ നിന്ന് നന്മകളൊന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നന്മകളൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പടച്ചവനെ, ഒരാളെ തന്റെ സുഹൃത്തിനെ ഒരാളെ എങ്ങാനും ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഒരാളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, ഒരാളുടെ നന്മകളെ കൊണ്ട്, ഒരാളുടെ ഇബാദത്തുകളെ കൊണ്ട് ആ പടച്ച തമ്പുരാൻ അവിടുന്ന് വല്ലാതെ അവിടുന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ജിബ്രീലേ, ഞാൻ ഇന്നാലിന്റെ മനുഷ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് ഇന്നാലിന്റെ ആളെ വല്ലാതെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. മാത്രമല്ല, ആകാശ ലോകർക്കിടയിലേക്ക് അല്ലാഹുവേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഏ ജനങ്ങളെ, ഏ മലക്കുകളെ, ഏ മലക്കുകളെ, ഏ മലക്കുകളെ, ഇന്നാലിന്ന വ്യക്തിയുണ്ടല്ലോ, നമ്മുടെ പേരുണ്ടല്ലോ, നമ്മുടെ പിതാവിന്റെ പേരുണ്ടല്ലോ, ഇതെല്ലാം ചേർത്തിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഇങ്ങനെയുള്ള ഇന്നാലിന്ന വിശേഷണങ്ങളുള്ള ഇന്നാലിന്ന വ്യക്തിയുണ്ടല്ലോ, അവനെ പടച്ച തമ്പുരാനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ അവനെ ഇഷ്ടപ്പെടണേ. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ എല്ലാവരും ഇഷ്ടപ്പെടണേ എന്ന് അല്ലാഹുവേ മലക്കുകൾ അവിടുന്ന് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. ആ സമയത്താണ് പടച്ച റബ്ബേ, ആകാശ ലോകത്തുള്ള മലക്കുകളെ എല്ലാവരും അവിടുന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ജനങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ജനങ്ങൾക്കിടയിലും അവനക്ക് വല്ലാത്ത സ്ഥാനമാനങ്ങളാണ്, വല്ലാത്ത സൗകര്യമാണ്, എല്ലാവർക്കും അവനോട് ബഹുമാനമാണ്. എന്ത് അതിന്റെ കാരണമെന്നറിയോ? ഈ ഭൂമി ലോകത്ത് നമ്മൾ ഒരാൾക്ക് ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ നല്ലവായ പ്രവർത്തനങ്ങളെ കൊണ്ട്, നന്മ പ്രവർത്തിച്ചിട്ട് അല്ലാഹനെ പേടിച്ചിട്ട് നടക്കുന്ന, 5 വഖത്ത് നമസ്കരിച്ച് നടക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് വല്ലാത്ത സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നൊന്ന് ആലോചിച്ചോ, അവനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിരിക്കുകയാ. ഏതെങ്കിലും ഒരാളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, അവന്റെ സംസാരം നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ, ഏകനായ പടച്ച തമ്പുരാനെ നമുക്കെങ്ങാനും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, അല്ലാഹുവേ പടച്ചവനെ, ആ മനുഷ്യൻ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരാണടാ, അത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഒരടിമയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കാണുന്ന പണ്ഡിതന്മാരെ ഒന്ന് എടുത്തു നോക്ക്. ആ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നമ്മളൊന്ന് നോക്കുമ്പോ, അല്ലാഹുവേ, നമുക്ക് അല്ലാഹനെ ഓർമ്മ വരുന്നുണ്ടോ? പടച്ച തമ്പുരാനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അവരല്ലാഹനെ കുറിച്ച് അവിടുന്ന് പറയുന്നത് കേൾക്കുമ്പോ പടച്ചവനെ, ഹൃദയത്തിനകത്ത് വല്ലാത്ത ആനന്ദം നമുക്ക് കടന്നു വരാറുണ്ടോ? അവിടെ മുഖത്ത് നോക്കുമ്പോ എന്തൊരു പ്രകാശമാണ് അല്ലാഹ്, എന്തൊരു ആനന്ദമാണ് അല്ലാഹ്. ആ ആനന്ദം നിങ്ങൾക്ക് അവിടെ നിന്ന് അനുഭവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ?
അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങൾ അല്ലാഹുവേ പടച്ച റബ്ബേ അവരോട് നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ. കാരണം എന്താണെന്നറിയോ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരാണ്. പടച്ച തമ്പുരാൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടവരാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെ ഇഷ്ടമായാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിളിക്കാൻ. എന്നിട്ട് അവിടുന്ന് പറയുമത്രേ, ജിബ്രീലെ, ഇന്ന വ്യക്തിയെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾക്കിടയിൽ ചെന്നിട്ട് പറയുമത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവനെ ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ വാനലോകത്തുള്ള മലക്കുകൾ മുഴുവനും നമ്മെ ഇഷ്ടപ്പെടും. അള്ളാന്റെ മലക്കുകൾ ഇഷ്ടപ്പെട്ടു, അള്ളാഹ് ഇഷ്ടപ്പെട്ടു, മലക്കുകൾ ഇഷ്ടപ്പെട്ടു. പിന്നെ മുത്തുനബിക്ക് നമ്മെ ഇഷ്ടാവൂല, പിന്നെ മുത്തുനബിക്ക് നമുക്ക് നമ്മെ ഇഷ്ടാവൂലേ? പിന്നെ ആർക്കാ വേണ്ടത്? പിന്നെ ദുനിയാവിലുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും നമ്മെ ഇഷ്ടം. അല്ലാഹു തആല തരത്തിൽ ചേർക്കട്ടെ. അത്തരക്കാരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടാനുള്ള ഒരു വഴി ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ. നമ്മുടെ എന്ത് കാര്യങ്ങളും എന്ത് പ്രയാസങ്ങളും എന്റെ പ്രിയമുള്ളവരെ തീരും. അല്ലാഹ്ക്ക് നമ്മോട് വല്ലാത്ത ഇഷ്ടമാകും. ഇൻഷാ അല്ലാഹ് പറയണം അല്ലേ? അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും നമ്മുടെ മജ്‌ലിസിൽ നിന്ന് പിരിയാൻ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ല, ആരും പോകൂലല്ലോ അല്ലേ? എല്ലാവരും നമ്മുടെ മജ്‌ലിസിലുണ്ടാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇനി ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ വെറുപ്പാണെന്ന് വിചാരിച്ചോ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പടച്ച തമ്പുരാനെ മറന്നുകൊണ്ടാണ് ഒരാൾ നടക്കുന്നതെങ്കിൽ, അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഞാൻ ഇന്ന മനുഷ്യനോട് അവിടുന്ന് വല്ലാതെ കോപിച്ചിട്ടുണ്ട്, വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ അയാളെ ഇഷ്ടപ്പെടാൻ പാടില്ല. അയാളോട് നിങ്ങളും കോപിക്കണേ, നിങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യം വെക്കണേ എന്നതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഏ മലക്കുകളെ, ഇന്ന മനുഷ്യനുണ്ടല്ലോ, ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ഒരുപാട് തിന്മകൾ ചെയ്യുകയാണ്, അവന് നന്മകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹനെ മറക്കുകയാണ്. അവന്റെ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല അവനിക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും അതാ അവന്റെ കൈകളെ കൊണ്ടവന് സ്വീകരിച്ചിട്ട് എല്ലാം അവൻ വാരിയെടുത്തിട്ട് പടച്ച തമ്പുരാനെ ധിക്കരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് നടക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വെറുത്തിരിക്കുകയാ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ വെറുക്കേണ്ടതുണ്ട്. അല്ലാഹ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹ് കോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആകാശലോകത്തുള്ള വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളുണ്ടല്ലോ, ആ മനുഷ്യനോട് കോപം അവിടുന്ന് പുലർത്തുകയാണ്. ഒരാൾക്കും അദ്ദേഹത്തെ പിന്നെ ഇഷ്ടമില്ല. അങ്ങനെ അല്ലാഹു കോപിച്ചു, മലക്കുകൾ കോപിച്ചു, അമ്പിയാക്കൾക്ക് കോപമായി, വല്ലാത്ത ദേഷ്യമായി. പിന്നീട് ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരുടെ കാര്യമെന്ന് എടുത്തു നോക്ക്, എല്ലാവർക്കും പിന്നെ നമ്മോട് ദേഷ്യമാണല്ലോ, പിന്നെ എല്ലാവർക്കും നമ്മോട് ദേഷ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹനെ നമ്മൾ മറക്കരുത്. നമുക്കെല്ലാം തരുന്ന, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്, ആ പടച്ച തമ്പുരാനെ മറക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടാൽ അവിടുന്ന് ചെയ്യുന്നു, മലക്കുകളോട് ഇഷ്ടപ്പെടാൻ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നമ്മോട് ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നു. അല്ലാഹുവേ, ഇനി ആ ദേഷ്യവും എല്ലാം തീരലപ്പെടാം. എപ്പോഴാണ് അല്ലാഹുവിന്റെ ദേഷ്യവും കോപവും അവിടുത്തെ വെറുപ്പും എല്ലാം തീരലപ്പോഴാണ്? എന്റെ പ്രിയമുള്ളവരെ, ഒരു അടിമ അല്ലാഹുവിന്റെ മുമ്പിൽ അവിടുന്ന് പൊട്ടിക്കരഞ്ഞാൽ
നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എത്ര ദേശം അവനോട് വെച്ചവനാണെങ്കിലും അവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുക. എന്നാൽ അതിനേക്കാളും വേഗതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്. അതിനേക്കാളും വിഷമമാണ് അല്ലാഹു തആലയ്ക്ക് തന്റെ അടിമയുടെ കാര്യത്തിൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. നമ്മൾ പറയും, പടച്ചവനെ ഞാൻ പറയുന്നതൊന്നും അല്ലാഹു കേൾക്കുന്നില്ല, ഞാൻ പറയുന്നതൊന്നും എന്റെ പ്രാർത്ഥനയൊന്നും അല്ലാഹു തആല കേൾക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്ന് നമ്മളെല്ലാവരും വിഷമം പറയാറുണ്ട്. എന്നാലൊന്ന് ചിന്തിക്കുക, എന്നെ അല്ലാഹു കൈവിട്ടു എന്ന് പറയുമ്പോ ഒരു നിമിഷത്തേക്കൊന്ന് ഓർക്ക് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശ്വസിക്കാനുള്ള നിന്റെ വായു അല്ലാഹു തആല എടുത്തു കളഞ്ഞിട്ടുണ്ടോ? നിന്റെ കേൾവി അല്ലാഹു തആല എടുത്തു കളഞ്ഞിട്ടുണ്ടോ? നിന്റെ കാഴ്ച അല്ലാഹു തആല എടുത്തു കളഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം അല്ലാഹു തആല നിനക്ക് സുന്ദരമായിട്ട് തന്നിട്ടില്ലേ? പിന്നെ എവിടെയാ മോനെ നിന്നെ അല്ലാഹു വെറുത്തത്? പിന്നെ എവിടെയാ നിന്നെ അല്ലാഹു തആല അവിടുന്ന് വെറുത്തത്? നിന്നെ വെറുത്തു എന്ന് പറഞ്ഞാലും നിനക്കുള്ള ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മുമ്പിൽ തന്നെയുണ്ട്, നിന്റെ മുമ്പിൽ തന്നെയുണ്ട്. അല്ലാഹു തആല നമുക്ക് ശരീരത്തിൽ മാത്രം തന്നിട്ടുള്ള അനുഗ്രഹത്തെ നമ്മൾ അങ്ങ് എടുത്തു നോക്കിയാൽ എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും തന്നെ നമുക്ക് പടച്ച തമ്പുരാനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന കാര്യങ്ങൾക്ക് അവിടുന്ന് നന്ദി. ഈ ആയുസ് മുഴുവനും 100 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് അത് മുഴുവനും പടച്ച തമ്പുരാന്റെ മുമ്പിൽ ശുക്ർ ചെയ്താലും അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പകരമാകില്ല. അത്രത്തോളം അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുന്നുണ്ട്. ആലോചിക്കണേ. അപ്പൊ എത്രത്തോളം അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ കണ്ണൊന്നിങ്ങനെ പൊത്തിപ്പിടിക്കും, എല്ലാവരും പൊത്തിപ്പിടിക്കും. അപ്പറിയും നമുക്ക് കണ്ണിന്റെ അവസ്ഥ എന്താണ്. നമ്മളെ ചെവി ഒന്നിങ്ങനെ പൊത്തിപ്പിടിച്ചാൽ അറിയും എത്രത്തോളമാണ് അല്ലാഹു തആല നമുക്ക് തന്ന അനുഗ്രഹം. നമ്മുടെ നാക്കൊന്നിങ്ങനെ പൊത്തിപ്പിടിക്കുക, എന്നിട്ട് സംസാരിക്കുക, അപ്പറിയും അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം. നമ്മുടെ മൂക്കൊന്ന് ഇങ്ങനെ പിടിക്ക്, ആ സമയത്തറിയും നമുക്ക് എത്രത്തോളം അനുഗ്രഹം അല്ലാഹു തആല തന്നിട്ടുണ്ട്. കൈക്കാലുകളൊന്ന് ബന്ധിപ്പിക്ക്, എന്നിട്ട് ആ സമയത്തറിയും എത്രത്തോളമാണ് നമ്മുടെ കൈയിന്റെയും കാലിന്റെയും ഓരോ അവയവത്തിന്റെയും അനുഗ്രഹം അല്ലാഹു തആല നമുക്ക് തന്നത്. ഇന്ന് നമുക്കതൊന്നും അറിയില്ല, ഒന്നും ചിന്തിക്കുന്നില്ല നമ്മൾ. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നത്. നമ്മൾ പടച്ച റബ്ബിനെ ശുക്ർ ചെയ്യാൻ വേണ്ടി മറന്നു പോകുന്നത്. അല്ലാഹു തആല നമുക്ക് നന്മ പ്രവർത്തിക്കാനും നന്മ ചിന്തിക്കാനുമുള്ള നല്ല മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്, അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്. ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിന്റെ പേരിൽ ഹറാമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വഇർലുഹു വമാലുഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവന്റെ രക്തം അവനിക്ക് ഹറാമാണ്, അവന്റെ അഭിമാനം അവനിക്ക് ഹറാമാണ്, അവന്റെ സമ്പത്തും അവനിക്ക് ഹറാമാണ്. അതുകൊണ്ട് ഒരാളെയും നമ്മൾക്ക് കൊല്ലാനുള്ള അധികാരമില്ല, രക്തം ചിന്തിപ്പിക്കാനുള്ള അധികാരമില്ല. അതേപോലെ തന്നെ അവന്റെ അഭിമാനത്തിൽ കൈകടത്തുന്ന സംഭവിക്കുന്ന കാര്യങ്ങളോ ഇല്ലതാകട്ടെ ഇല്ലാത്തതാകട്ടെ പറഞ്ഞുകൊണ്ട് പെരുപ്പിച്ചിട്ട് അവനെ മോശക്കാരനാക്കാൻ നോക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നുള്ള അവകാശം തന്നിട്ടില്ല. ഒരു മുസ്ലിമാണെങ്കിൽ അവർക്ക് അതിന് കഴിയുന്നതല്ല. ഭാര്യയെ കുറിച്ചിട്ട്, മക്കളെ കുറിച്ചിട്ട്, കൂട്ടുകാരനെ കുറിച്ചിട്ട്, വാപ്പാനെയും ഉമ്മാനെയും കുറിച്ചിട്ട്, പടച്ച തമ്പുരാനെ മറ്റുള്ളവരെ കുറിച്ചിട്ട്, തന്റെ സ്വന്തം അടുത്തവനെ കുറിച്ചിട്ട് അല്ലാഹ് മറ്റുള്ളവരോട് മോശത്തരങ്ങൾ നമ്മൾ പറഞ്ഞു നടക്കുമ്പോ അതിനുള്ള ഏറ്റവും വലിയ നഷ്ടം ആർക്കെന്നറിയോ? അതാരാണോ പറഞ്ഞു നടക്കുന്നത്, അതാരാണോ പറഞ്ഞു നടക്കുന്നത്, അവനിക്കാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവേ ഒരു മുസ്ലിമിന്റെ പേരിൽ ഒരു മുസ്ലിമിന്റെ ഹറാമായ കാര്യങ്ങളില് അവസാനം പറഞ്ഞത് മൂന്നാമത്തെ സമ്പത്താണ്. അവന്റെ സമ്പത്ത് നമ്മൾ അപഹരിക്കരുത്, അവന്റെ മുതൽ നമ്മൾ പോയിട്ട് കട്ടെടുക്കരുത്, കൊടുക്കാനുള്ള അവകാശികൾക്കുള്ള സ്വത്ത് പിടിച്ചു വെക്കരുത്, അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് വേണേ. എടാ റസൂലുള്ളാഹി പറയുകയാണ്, ഇതൊരു മുസ്ലിമിന്റെ കാര്യത്തിൽ അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ നിന്റെ പരലോകം അല്ലാഹു തആല പരിചയപ്പെടുത്തുമല്ലോ. ദുനിയാവിൽ ചിലപ്പോൾ നിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പടച്ചവനെ അധികാരവും പവറും എല്ലാം നിന്റെ കൂട്ടത്തിലായിരിക്കാം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച തമ്പുരാന്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അല്ലാഹുവേ ഇതെല്ലാം വലിയ അദാബായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഇതാ പടച്ച തമ്പുരാനെ കാണിച്ചു തരികയാണ്. റബ്ബേ, ആ സമയത്ത് നമ്മൾ നെഞ്ചത്ത് കൈവെക്കുകയാണ്. ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവേ, എത്രയോ ആളുകളുണ്ടല്ലോ ലക്ഷങ്ങൾ പല കാര്യങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ട് ആ ലക്ഷങ്ങളെ കൊണ്ട് മുങ്ങി നടക്കുന്ന പടച്ച റബ്ബേ, ഒരു അണാ പൈസ പോലും അവർക്ക് ലഭിക്കാതെ എല്ലാം നഷ്ടത്തിലായിട്ട് പാവങ്ങളുടെ പൈസ പറ്റിച്ചിട്ട് നടക്കുന്ന ആളുകൾ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെയുള്ള മനസ്സിനെ തൊട്ട് ഞങ്ങളെ മനസ്സിനെ നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കൂ, ലക്ഷങ്ങൾ പല കാര്യങ്ങൾക്കും കൊടുത്തതാ, ഇറക്കിയതാ. പക്ഷെ ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ, ഇവിടെ നിന്ന് ലക്ഷങ്ങൾ ഇറക്കി കൊടുത്തു, പിന്നീട് അവനെ കാണാനില്ല, മുങ്ങി. എന്റെ പ്രിയമുള്ള, എന്റെ നാട്ടിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ, എന്റെ നാട്ടിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഹജ്ജിന്, കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ ട്രാവൽസിൽ കൊണ്ടുപോയിട്ട് കെട്ടിയത്. പാവങ്ങളായ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, പാവപ്പെട്ട കുടുംബങ്ങളാണ്. അവർക്ക് ഇനി അവസാനം ഹജ്ജ് എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, അങ്ങനെ അവരുടെ വീടും പറമ്പും എല്ലാം വിറ്റിട്ട് വരെ ഹജ്ജിന് വേണ്ടിയിട്ട് 2 സ്ത്രീകൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുഷ്യന്റെ പേരിൽ അവിടുന്ന് ഹറാമായിട്ടുള്ള ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ പേരിൽ ഹറാമായിട്ടുള്ള കാര്യം അല്ലെ, ഒരിക്കലും തന്നെ അവന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് നെറ്റിന്റെ ചെറിയ പ്രോബ്ലം വന്നതാണ്, അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ലാഗ് വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജിന് വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് ആളുകളുണ്ട്. ആ പൈസയുമായിട്ട് ആ ഗ്രൂപ്പിന്റെ അമീർ ബന്ധപ്പെട്ട, അമീറല്ല അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഹെഡ് അമീറന്മാരാണ് അത് പിരിച്ചിട്ട് ഇവരുടെ കയ്യിലേക്ക് പൈസ കൊടുത്തത് എന്നാണ്. പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ, എല്ലാ പേരും വന്നു. പിന്നെ അമീറന്മാർക്ക് അതിന്റെ ഒരു മെയിൻ ആളുണ്ട്, അയാൾ മുങ്ങിക്കളഞ്ഞു. എത്ര കോടികളാണെന്നറിയോ? കാരണം 100 ആളുകൾ കയ്യിൽ നിന്ന് 6 ലക്ഷം രൂപ പിരിച്ചാൽ എത്ര പൈസ ഉണ്ടാകും? ഇതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവർ മുങ്ങിക്കളഞ്ഞു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടിയിട്ട് പിരിച്ചിട്ട് അതുകൊണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് കിട്ടാൻ അവർക്കൊക്കെ അല്ലെ? അത്രയ്ക്കും മോശപ്പെട്ട ആളുകളല്ലേ, അത്രയ്ക്കും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടിയിട്ട് പിരിച്ചെടുത്ത, അത്രയും ആഗ്രഹിച്ചിട്ട് ആ പുണ്യഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ ഇങ്ങനെ ചതിക്കണമെങ്കിൽ ഇന്നും അത് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ അടുത്ത ഹജ്ജ് ആവാനായി, എന്നിട്ട് പോലും അതിനൊരു വല്ലാത്ത പ്രയാസത്തിലാണ് അവർ. ഇപ്പൊ അത് പിന്നെ അതിന്റെ അമീറന്മാര് ആകെ പ്രയാസത്തിലാണ്. പൈസ പിരിച്ച് അവർക്ക് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മേടിച്ച ആളുകളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു തആല അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിച്ചു കൊടുക്കട്ടെ ആ പൈസക്ക്. കാരണം എത്ര ലക്ഷങ്ങൾ വീട് വിറ്റവരുണ്ട്, സ്വർണങ്ങൾ വിറ്റവരുണ്ട്, എല്ലാ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ഉപയോഗിക്കുന്ന അവിടെ പോയിട്ടാണ് മരിച്ചാലും വേണ്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അല്ലെ. എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഹജ്ജ് ചെയ്യണം, ഈ ഒരു ഹജ്ജ് ചെയ്തിട്ട് ഇനി അവിടെ പോയിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന എത്ര ആളുകളുണ്ട്. പഠിച്ചവനെ അല്ലാഹുവേ,
അവരിലേക്ക് അത് അവരുടെ നഷ്ടപ്പെട്ട ആ ഒരു പണം എത്രയും പെട്ടെന്ന് പടച്ചോനെ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ചിലപ്പോ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഉണ്ടാവാം അല്ലെ. അല്ലാഹുവേ പടച്ചോനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ. അതുപോലുള്ള ചതികളിൽ നിന്ന് കുതന്ത്രങ്ങളിൽ നിന്നൊക്കെ അല്ലാഹുവേ ഞങ്ങൾക്ക് അത് ചിന്തയും വരരുതേ, അങ്ങനത്തെ ശർറിനെ തൊട്ട് ഞങ്ങൾ നീ കാക്കുകയും ചെയ്യണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് 3 കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ പേര് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തത് അവന്റെ രക്തമാണ്, അവരെ ഒരിക്കലും തന്നെ കൊല്ലരുത്, വേദനിപ്പിക്കരുത്. രണ്ടാമത്തെ അവന്റെ അഭിമാനത്തിൽ നിങ്ങൾ കൈകടത്തരുത്, അവന് നിങ്ങൾ സമൂഹത്തിനിടയിൽ ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞിട്ട് അവനെ വഷളാക്കരുത്. മൂന്നാമത്തെ അവന്റെ സമ്പത്ത് ഒരിക്കലും തന്നെ അപഹരിക്കരുത്, അവന്റെ സമ്പത്തിൽ നിങ്ങൾ കൈകടത്തരുത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു അതാവിടെന്ന് പറയുകയാ, നിന്റെ കൂട്ടുകാരന് അവന് ഇഷ്ടമുള്ള പേരാണ് നീ വിളിക്കേണ്ടത്. ആ പ്രിയപ്പെട്ട നിന്റെ കൂട്ടുകാരന് വരെ നിന്റെ ഇഷ്ടമുള്ള പേര് നീ വിളിക്കണേ. അവനക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും നീ വിളിച്ചിട്ട് അവന്റെ ഹൃദയത്തിൽ ഒരു വേദന വന്നാൽ അല്ലാഹുവിന്റെ മുമ്പിലുണ്ടല്ലോ നീ ഉത്തരവാദിയാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ മറ്റുള്ളവരെ വിളിക്കുന്ന കാര്യത്തിൽ വരെ എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിളിക്കുന്ന വിഷയത്തിൽ വരെ ചിലപ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ ഓമന പേര് വിളിക്കുന്നുണ്ടാകും, വാപ്പ വിളിക്കുന്നുണ്ടാകും. പക്ഷെ അത് പുറമറിയുന്നത് അവനക്ക് മടിയാണെങ്കിലോ ആ പേര് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നതിന്റെ പ്രിയമുള്ളവരെ, അവനിക്ക് വിഷമമുണ്ടെങ്കിലോ ഒരിക്കലും തന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ, ഇനി നമ്മൾ ചില പേരുകൾ വിളിക്കുന്നത് കൊണ്ട്, ചില ആളുകൾക്ക് ഓമന പേര് വിളിക്കുന്നത് കൊണ്ട് അവർക്ക് സ്നേഹം വർദ്ധിക്കലുണ്ട്. ഒരാളെ നല്ല പേര് വിളിക്കലപ്പോഴാ സ്വന്തം പേര് വിളിക്കുന്നതിന്റെ അപ്പുറം ഒരാൾ ഒരു നല്ല പേര് വിളിക്കലപ്പോഴാ അവർ തമ്മിലുള്ള സ്നേഹബന്ധം കൊണ്ടല്ലേ. അല്ലേ, ഓമന പേരൊക്കെ വിളിച്ചിട്ട് അവിടെ സന്തോഷിപ്പിക്കലപ്പോഴാ അവർ തമ്മിലുണ്ടാകുന്ന ഒരു സ്നേഹബന്ധം വർദ്ധിക്കുമ്പോഴാണ് അവർ അങ്ങനെ വിളിക്കുക. കുഞ്ഞോനെ കുഞ്ഞോളെ എന്നൊക്കെ അമ്മ വിളിക്കുന്ന എപ്പോഴാ, മോളൂസെ എന്നൊക്കെ വിളിക്കുന്ന എപ്പോഴാ, ആ ഒരു വല്ലാത്തൊരു സ്നേഹം അവർക്കിടയിൽ ഉണ്ടാകുമ്പോഴാണ്, ഉമ്മാന്റെ മക്കൾക്കും ഇടയിൽ. അല്ലേ, എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹബന്ധം അവർക്ക് ആ ഇഷ്ടമുള്ള പേരാണ് എന്ത് ചെയ്യേണ്ടത്, അവരെ വിളിക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് നല്ല പേര് വിളിക്കാനും നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല സ്വാലിഹുകളൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ വിളിക്കുന്ന പേരിലും കാര്യമുണ്ട്, നമ്മളെ വിളിക്കുന്ന പേരിലും കാര്യമുണ്ട്. അല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു വാപ്പ കുട്ടിനെ ഇങ്ങനെ വലിച്ചിട്ട് കടന്നു വരികയാണ്. ഇങ്ങനെ വലിച്ചു കൊണ്ട് വന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാത്തരെ, തങ്ങളെ ഇവൻ വല്ലാത്ത കുരുത്തം കെട്ടവനാണ്, ഇവൻ വല്ലാത്ത കുരുത്തം കെട്ടവനാണ്, ഇവൻ പറഞ്ഞത് കേൾക്കാറില്ല, വല്ലാത്ത മോശത്തരമാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് കടന്നു വന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടി ഇങ്ങനെ നോക്കി, കുട്ടിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. വാപ്പയോടുള്ള കടമകൾ ഇങ്ങനെ മഹാനായ ഉമർ തങ്ങൾ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവേ ആ പൊന്നുമോൻ ഉമർ തങ്ങളോട് ചോദിക്കാണ്, വാപ്പാക്കും തിരിച്ചു ചില കടമകൾ മക്കളോട് ഇല്ലയോ തങ്ങളെ? അതൊന്നും എന്റെ വാപ്പാക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നതാ പൊന്നുമോൻ അവിടുന്ന് പറയുമ്പോൾ ആ കടമകൾ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എണ്ണി പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അതേപോലെ തന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ നീ സ്വാലിഹാക്കി കൊടുക്കണം, സ്വാലിഹത്താക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല പെണ്ണിനെ പോയിട്ട് വിവാഹം ചെയ്യണം, ദീനുള്ള പെണ്ണിനെ പോയിട്ട് വിവാഹം ചെയ്യണം. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് നല്ല പേര് നമ്മൾ ഇടണമെന്ന് അതാവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിക്കാൻ.
ഇത് പറയേണ്ട താമസം ആ കുട്ടി പറയാണ്, ഈ കാര്യങ്ങളൊന്നും എന്റെ വാപ്പ എനിക്ക് ചെയ്തു തന്നിട്ടില്ല, ദീനിന്റെ കാര്യം എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്റെ ഉമ്മ മജൂസിയായ തീനെ ആരാധിക്കുന്ന ഒരു പെണ്ണാണ്, ദീനില്ല പെണ്ണല്ല, എന്റെ പേരിന്റെ അർത്ഥം കരിമണ്ടി എന്നാണ്, അതാണ് എനിക്ക് പേരിട്ടുള്ളത്. പിന്നെ എവിടുന്ന ഈ കുട്ടി നന്നാവുക? പിന്നെ എവിടുന്ന കുട്ടി നന്നാവുക? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ആ പേരിൽ വരെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്നാലേ നമ്മുടെ കുട്ടികൾ നന്നാവുള്ളൂ. അവരെ വിളിക്കുന്ന കാര്യത്തിൽ എന്നും നമ്മൾ പറയും നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ എടാ പൊട്ട, ഈ ഒരു പൊട്ടനാണ്, ഈ ഒരു മണ്ടനാ, ഇത് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും പിന്നെ നമ്മുടെ കുട്ടികൾ നന്നാവില്ല. നമ്മൾ പറയും കുട്ടികളെന്തെങ്കിലും കുരുത്തകൾ കാട്ടുമ്പോ ഈ ഇങ്ങനെ തന്നെയാണല്ലോടാ, നീ ഒരിക്കലും നന്നാവില്ലല്ലോടാ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ ഒരു കാലത്തും പിന്നെ നമ്മുടെ കുട്ടികൾ നന്നാവില്ല. മനസ്സിലായോ? നമ്മുടെ കുട്ടികൾക്ക് നല്ലത് പറയും. അറബികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, അവർ എന്ത് തന്നെ നമ്മള് പിരാഗ് എന്ന് പറയില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നല്ലത് പറഞ്ഞിട്ടേ അവർ അങ്ങനെ പറയുള്ളൂ. നീ ഒന്ന് നന്നായെങ്കിലടാ, നീ ഒന്ന് അങ്ങനെ ആയെങ്കിൽ, നീ ഒരു വലിയ ആളായെങ്കിലടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ നമ്മളെന്താ പറയാ, നീ കുരുത്തം കെട്ട് പോവാടാ, നീ ഒരിക്കലും നന്നാവൂലടാ. ഈ രൂപത്തിലാണ് നമ്മുടെ സ്വരം ഉണ്ടാവുക, അല്ലെ? നമ്മുടെ സ്വരം ഉണ്ടാവുക. ഈ അടുത്ത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, പിന്നെ ഹറമിലെ ഇമാമ് സുദൈസി, അല്ലെ? ഹറമിലെ ഇമാമ് സുദൈസി, അല്ലെ? അല്ലാഹു തആല അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല കൊടുക്കട്ടെ. ഇന്ന് ഹറമിന്റെ ആ മനോഹരമായ ഖിറാഅത്തുകളും അവിടുത്തെ വലിയ സൗന്ദര്യമുള്ള ആ ഒരു വാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച്, മഹാനെ കുറിച്ചിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ചെറുപ്പത്തിൽ വല്ലാത്ത കുസൃതിക്കാരനായിരുന്നു, കുട്ടികളെ വല്ലാതെ ഉപദ്രവിക്കും, എല്ലാവരും എന്നും പരാതിയുമായിട്ട് ഉമ്മാന്റെ അടുത്ത് ആൾക്കാർ വരും, അങ്ങനെ വല്ലാത്ത പ്രയാസം. അങ്ങനെ ഒരിക്കലും സുദൈസിന്റെ ഉമ്മ പറഞ്ഞ, പൊന്നു മോനെ, നീയെങ്ങാനും എന്താ ഇങ്ങനെ എല്ലാ ദിവസവും നിന്നെ കൊണ്ട് പരാതിയാണല്ലടാ, നീ എങ്ങാനും ഹറമിന്റെ ഇമാമായിട്ട് നന്നായെങ്കിലും പറഞ്ഞു തരാം. അങ്ങനെ ഇത് പറഞ്ഞതാണ്. നീ ഇപ്പൊ നന്നാണെന്നുണ്ടെങ്കിൽ ഹറമിന്റെ ഇമാമാകണമെന്ന് അറിയില്ലേ? എന്താ പോലെ അങ്ങനെ പറഞ്ഞിട്ടതാ ഇന്ന് ആ മനുഷ്യന് ഹറമിന്റെ ഇമാമ. മനസ്സിലായോ? അതിനെ കുറിച്ച് പല ആളുകളും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞ ആ വാക്കാണ്. ചില സമയത്ത് ഉമ്മമാര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി, അത് ചിലപ്പോ നമ്മുടെ മക്കൾക്ക് തട്ടും. നമ്മുടെ മക്കൾ ഏതെങ്കിലും ദേശത്തിൽ നീ ഇങ്ങനെ തന്നെയാടാ, നീ ഒരു കാലത്തും ഗുണം പിടിക്കൂലടാ എന്ന് വാപ്പയും ഉമ്മയും പറഞ്ഞ മക്കൾ ഇങ്ങനെ നിരകിച്ചിട്ട് നമ്മളെ മുമ്പ് കൂടി ഇങ്ങനെ നടന്നു പോകും. അത് കാണേണ്ടി വരും. എന്നിട്ട് നമ്മൾ തന്നെ പറയും, ഉസ്താദേ എന്റെ കുട്ടി ഞാൻ പറഞ്ഞ കേൾക്കണില്ല, എന്റെ കുട്ടി അങ്ങനെ ഉസ്താദേ, അവന് വല്ലാത്ത അനുസരണക്കേട്. എന്നിട്ട് നമ്മൾ തന്നെ ഇരുന്നിട്ട് സങ്കടം പറയും, ഉസ്താദ്മാരോട് ദുആ ചെയ്യാൻ പറയും. ആരാ കാരണക്കാരൻ, ആരാ കാരണക്കാരി? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മോശപ്പെട്ട വാക്കുകളോ പിരാകുന്ന രീതിയിൽ, അല്ലെ? നമ്മൾ അങ്ങനെ പറയുമല്ലോ, അല്ലെ? പിരാക്കി എന്ന് പറയും. ആ മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകളോ ഒരിക്കലും മക്കളെ കുറിച്ച് പറയരുത്. അത്യപ്പറ്റ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, മക്കളെ കുറിച്ച് ഒരിക്കലും മോശത്തരം പറയരുത്, അവരെ നിങ്ങൾ ശപിക്കരുത്. അങ്ങനെ ശപിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് കാണും, അത് കേൾക്കും. ഉമ്മാന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്, വാപ്പാന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടും, നിങ്ങൾക്ക് അവർ നരകിക്കുന്ന നിങ്ങളെ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമെന്ന് മഹാനവറുകൾ എപ്പോഴും അവർ ഓർമ്മപ്പെടുത്താറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ നമ്മൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പേരെന്റെ പ്രിയമുള്ളവരെ നമുക്ക് വിളിക്കണം. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അതാവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തന്റെ കൂട്ടുകാരന്റെ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞാൽ അത് വല്ലാത്ത വഞ്ചനയാണ്. നിന്റെ കൂട്ടുകാരനോട് സ്വകാര്യം നിന്നോട് വന്ന് പറഞ്ഞു, നീ ഒരിക്കലും അത് എന്റെ വിഷയമാണ്, നിന്നോട് ഞാനെന്ന് പറയട്ടെ, നീ ഒരാളോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒരാൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളോട് നമ്മൾ എടുത്തു പറഞ്ഞാൽ അത് അവനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വഞ്ചന എന്ന് പറഞ്ഞാൽ അവനെ എവിടെയും കൊണ്ടുപോയിട്ട് ചതിക്കൽ മാത്രമല്ല, പല രൂപത്തിൽ എന്റെ പ്രിയമുള്ളവരെ വഞ്ചനയുണ്ട്. ആ രഹസ്യങ്ങൾ പുറത്ത് പറയാ അതൊരു കൂട്ടുകെട്ടിന്റെ മര്യാദയും അല്ല. ഒരു കൂട്ടുകെട്ടിന്റെ മര്യാദയാണോ അത്? ആണോ? നമ്മളോട് നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് ഒരു സ്വകാര്യം പോയിട്ട് പറഞ്ഞാൽ അത് അവരോട് മറ്റുള്ളവരോട് പറഞ്ഞാൽ
പറഞ്ഞാൽ എത്ര വിഷമം നമുക്ക് ഉണ്ടാവും. മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്താണെന്നുണ്ടെങ്കിൽ ഉണ്ടാവൂലേ? ഉണ്ടാകും. എന്ന പോലെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ഈ വിഷയം മറ്റുള്ളവരോട് പറഞ്ഞാൽ എത്രത്തോളം പ്രയാസം പഠിച്ചോനെ അവർക്ക് ഉണ്ടാകും എന്നൊന്ന് ആലോചിച്ചാൽ മതി, എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു. അത് വല്ലാത്തൊരു വഞ്ചനയാണ്. മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു സമൂഹം വെറുക്കവേ അവിടെ സംസാരം ഒരാൾ ശ്രദ്ധിച്ചാൽ അന്ത്യനാളിൽ അവന്റെ ചെവിയിൽ അല്ലാഹു തആല ഈയം ഒരുക്കിയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വെറുപ്പുള്ളത് നമ്മൾ കേൾക്കണ്ട. വെറുപ്പുള്ള സംസാരം നമ്മൾ കേട്ടാൽ അല്ലാഹു തആല ഈയം ഒരുക്കിക്കൊണ്ട് അവന്റെ ചെവിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അവന്റെ ചെവിങ്ങനെ അടക്കും. എന്തൊരു വേദനയായിരിക്കും എന്റെ പ്രിയമുള്ളവരെ. ഇത് അല്ലാഹു തആല നാളെ പടച്ച തമ്പുരാൻ അന്ത്യനാളിൽ നമുക്ക് നൽകുന്ന ശിക്ഷയാണ്. ഒരാൾ ഒരു വെറുപ്പുള്ള കാര്യം നമ്മോട് പറയാണ്, അത് കേട്ടാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു മോശത്തരം ഇങ്ങനെ പറഞ്ഞ് നമ്മളതിങ്ങനെ കേട്ട് അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ മോശത്തരത്തിലൂടെ നമ്മളൊന്ന് കടന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നൽകുന്ന ശിക്ഷയാണിത്. അല്ലാഹു തആല നമുക്ക് നൽകുന്ന ശിക്ഷയാണ്. നിന്റെ ചെവിക്കകത്ത് നീ കേൾക്കൽ കൊണ്ട് മാത്രം നിന്റെ ചെവിക്കകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയം ഒരുക്കി ഒഴിക്കുന്നതാണ്. മഹാനായ അസ്വദ് ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഉമറാക്കളോട് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഉമറാക്കളായ ആളുകളോട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഹൃദയമുണ്ടല്ലോ, അതിനോട് ഒരിക്കലും തന്നെ യോജിക്കുന്നില്ല, അതിനോട് എതിരാണ്. അല്ലാഹുവിനറിയാം, അത് അല്ലാഹുവിനറിയാം. അത് അവിടുന്ന് മഹാനായ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞ കാര്യം എന്തെന്നറിയോ? മോനെ, ഇതൊരു കാപട്യത്തിന്റെ സ്വഭാവമാണ്. ഇത് ആ ഒരു കാപട്യത്തിലാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം അവിടുന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റുള്ളവരോട് നമ്മൾ പലതും ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കുക, സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. എന്നിട്ട് അവരോടുള്ളൊരു യോജിപ്പ് നമ്മൾ കാണിക്കാം. മനസ്സിലായോ? നമ്മുടെ മനസ്സിനകത്ത് ഒരിക്കലും അത് ഇഷ്ടമല്ല, എന്നാലും വേണ്ടി ഒന്ന് ചോദിക്കാം അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഒരു പ്രവൃത്തി നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയാണെങ്കിൽ അതിനോട് കൽബും അതേപോലെ തന്നെ നമ്മുടെ സംസാരവും നമ്മൾ യോജിച്ചിരിക്കണം. കൽബും അതുമായിട്ട് നമ്മുടെ നാവും കൽബുമായിട്ട് ഒരു യോജിപ്പ് വേണം. അല്ലെങ്കിൽ അത് ചോദിക്കാൻ പാടില്ല, അത് കാപട്യത്തിന്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? നമ്മൾ നിസ്കാരത്തെ കുറിച്ച് അറിയണം. നിസ്കാരത്തെ കുറിച്ച് അറിയുമ്പോ വലിയ കേൾക്കാൻ അത് അറിയാനൊന്നല്ല, പക്ഷെ എന്തോ അല്ലെങ്കിൽ ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞില്ലല്ലോ എന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ രോഗം ഉണ്ടായി, നമ്മുടെ സുഹൃത്തിന് രോഗം ഉണ്ടായി, അസുഖം ഉണ്ടായി, ഇനി അത് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ എന്ത് പ്രവർത്തനാണെങ്കിലും നമ്മുടെ കൽബും നമ്മുടെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നാവും നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനം നമ്മുടെ കൽബും കൂടെ ഒന്നിക്കണം. എന്റെ പ്രിയമുള്ളവരെ, എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ കാപട്യത്തിന് പറയാം, കാപട്യത്തിന്റെ അടയാളാണിത്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ ആ ഒരു ചതിയിൽ നിന്നൊക്കെ, ആ ഒരു മോശത്തരത്തിൽ നിന്നൊക്കെ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അവിടുന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ മൻ റഫഖ ബി ഉമ്മത്തി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ മൻ റഫഖ ബി ഉമ്മത്തി ഫർഫഖ ബിഹി വമൻ ശഖ അലൈഹിം ഫശഖ അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവേ, എന്റെ സമുദായത്തോട് നീ ദയ കാണിക്കുന്നവരോട്, എന്റെ സമുദായത്തോട് ദയ കാണിക്കുന്ന ആളുകളോട് നീ ദയ കാണിക്കണേ അല്ലാഹ്.
അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നീയും ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കണേ അല്ലാ. മനസ്സിലായോ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? ഈ സമൂഹത്തിന് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിക്കാണ്. പടച്ചവനെ, ഇസ്ലാമിന്റെ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ ദ്രോഹിക്കുന്നവരുണ്ടല്ലോ, ഓനെ കുറച്ച് സമയം അവർക്ക് ഇതൊരു സുഖമാണ്, ഇതൊരു രസമാണെന്ന് അവർക്ക് തോന്നും. അവരിങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു സമയത്ത് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന പ്രയാസമുണ്ട്, അത് വേദനാജനകമാണ്. മുസ്ലിമിന് അവിടുന്ന് ഒരാളെങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ അള്ളാന്റെ പ്രവർത്തനങ്ങൾ, അള്ളാന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് കൊണ്ട് നടക്കുന്ന ആളുകളെ, തന്റെ ഹൃദയത്തോട് റബ്ബിനോടുള്ള ബന്ധവും സ്നേഹവും ദിക്റും സ്വലാത്തും എല്ലാം ചേർത്ത് വെച്ചിട്ട് നടക്കുന്നവരെ അവിടെ നിന്നെങ്ങാനും ഉപദ്രവിച്ചാൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനയൊന്ന് നോക്ക്. എന്താ പഠിപ്പിച്ചത്? എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ മൻ റഫഖ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ ആരാണ് അവിടുന്ന് സമൂഹത്തോട് ദയ കാണിക്കുന്നത്? ഫർഫഖ് ബിഹി, പടച്ചോനെ നീ അവരോട് നീ ദയ കാണിക്കുക അല്ലാഹ്. വമൻ ശഖ അലൈഹിം ഫശഖ അലൈഹി, ആരാണ് എന്റെ സമൂഹത്തോട് പ്രയാസങ്ങൾ കാണിക്കുന്നത്? എന്റെ ഉമ്മത്തിനോട് ആരാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്റെ ഉമ്മത്തിനെ ആരാണ് പ്രയാസപ്പെടുത്തുന്നത്? ബീഫിന്റെ പേരിൽ ഇവിടെ അക്രമം നടത്തുന്നതാരാണ്? പള്ളികൾ പിടിച്ചടക്കുന്നതാരാണ്? മുസ്ലിമിന്റെ പേര് പറഞ്ഞാൽ അവിടുന്ന് കലി തുള്ളുന്നതാരിക്കാണ്? തൊപ്പി വെച്ചവനെ കണ്ടാൽ, താടി വെച്ചവനെ കണ്ടാൽ പടച്ചവനെ ആരിക്കാണ് അവിടുന്ന് വല്ലാത്ത അരിശം വരുന്നത്? അവൻ തീവ്രവാദി എന്ന് പറയുന്നത്, അവന് വല്ലാത്ത വേണ്ടാത്തവനെന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയമുള്ളവരെ അതൊരു പ്രശ്നമല്ല. ദുനിയാവിൽ അവനിക്കൊരു വിഷയമല്ല. ഇതെല്ലാം ഉണ്ടാകുമെന്ന് അല്ലാഹു തആല മുൻകൂട്ടി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റസൂലുള്ളാഹിക്ക് അത് സഹിക്കുമോ? റസൂലുള്ളാഹിക്ക് അത് സഹിക്കുമോ? അതുകൊണ്ടാണ് റസൂലുള്ള ദുആ ചെയ്യുന്നത്. ആരാണ് അല്ലാഹ് എന്റെ ഉമ്മത്തിനെ അവിടുന്ന് വിഷമിപ്പിക്കുന്നത്? അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്, നീ അവരെയും വിഷമിപ്പിക്കുക അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തു എന്ന് അല്ലാഹുവേ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മുത്തനബി ഇങ്ങനെ ചെയ്യാറുണ്ട്, മുത്തനബി ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു മുസ്ലിമിനെയും വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. കാരണം എന്താ? മുസ്ലിമിനെ വേദനിപ്പിക്കുന്നവർക്ക് നാശമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. അള്ളാന്റെ റസൂൽ. അതുകൊണ്ട് ഒരാളെ നമ്മൾ വേദനിപ്പിച്ചാൽ അള്ളാഹു നമ്മൾ വെറുതെ വിടുവോ? റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമുണ്ടോ? ഇല്ല. അത് നമുക്ക് പരാജയമാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ അല്ലാഹ് നമ്മെ ഇഷ്ടപ്പെടണം, ഏറ്റവും കൂടുതൽ നന്മകൾ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അതാ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുപോവുകയാണ്. ആയിഷ ബീവിയുമായിട്ട് യാത്ര തുടങ്ങി. അല്ലാഹുവേ, ആയിഷ ബീവിക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ ഉള്ളിലാണ് ആയിഷ ബീവി ഉള്ളത്. യുദ്ധമെല്ലാം കഴിഞ്ഞു. വരുന്ന വഴിയിൽ പടച്ചവനെ എല്ലാവരും വിശ്രമിക്കാനും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പുറത്തിറങ്ങുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു. ആയിഷ ബീവി ഒട്ടകത്തിന്റെ തട്ടിലേക്ക് തന്നെ കയറുകയാണ്. ഒട്ടകക്കട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടുന്ന് പുറത്തു പോയിട്ട് കടന്നു വരുന്നത് എല്ലാവരും അവിടുന്ന് കണ്ടിട്ടുണ്ട്. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ ഒട്ടകക്കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്റെ കഴുത്തിലേക്ക് നോക്കുമ്പോ പടച്ചവനെ, തന്റെ കഴുത്തിലുള്ളൊരു മാലയുണ്ടായിരുന്നു. ആ മാല അവിടുന്ന് കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പുറത്തിറങ്ങുകയാണ്. അല്ലാഹ് എവിടെയാണ് ഇത് വെച്ചതെന്ന് ഓർമ്മയില്ല. പിന്നെയാണ് ഓർമ്മ വന്നത്. അല്ലാഹുവേ, ഞാൻ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നെടുത്ത് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി
അള്ളാഹ് അവിടുന്ന് പോയിടത്ത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഓർമ്മ വരികയാണ്. ആയിഷ ബീവി നേരെ കടന്നു ചെന്നു, അവിടേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴെയിറങ്ങിയ സമയം അത് ആരും തന്നെ കണ്ടിട്ടില്ല. അള്ളാഹ് എല്ലാവരും അവിടുന്ന് പറഞ്ഞു, എല്ലാവരും കയറിയിട്ടുണ്ട്, ഇനി നമുക്ക് യാത്രാ സംഘമായിട്ട്, ഇനി നമുക്ക് സംഘമായിട്ട് പുറപ്പെടാമല്ലോ. പടച്ചവനെ, അങ്ങനെ അതാ യാത്രാ സംഘം, യുദ്ധം കഴിഞ്ഞിട്ട് പോകുന്ന സംഘം അങ്ങനെ കടന്നു പോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ തന്റെ മാലയെടുത്തിട്ട് കടന്നു വരുമ്പോ അവിടുന്നതാ പടച്ചവനെ ഈ സംഘം അവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. ആയിഷ ബീവി തളർന്നു പോയി, വല്ലാതെ വിഷമിച്ചു പോയി. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എത്ര യാത്രയിൽ നമ്മൾ നഷ്ടപ്പെട്ടാലും പല പല വഴികളും നമുക്കുണ്ടല്ലോ, വിളിക്കാനുള്ള ഫോൺ ഉണ്ടാകുമല്ലോ. അല്ലാഹുവേ, എന്തെല്ലാം വഴികൾ നമുക്കുണ്ട്. എന്നാ പഴയ കാലത്ത് അങ്ങനെയല്ല. എവിടെയാണ് സ്മാർട്ട് ഫോൺ ഉള്ളത്? എവിടെയാണ് ഡിജിറ്റൽ സംവിധാനങ്ങളുള്ളത്? ആയിഷ ബീവി തളർന്നുകൊണ്ട് വിഷമത്തോടെ കൂടിയിരിക്കുമ്പോ അല്ലാഹുവേ, മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. എന്തേ സഫ്വാൻ തങ്ങളെ ബാക്കിൽ വന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഫ്വാനേ, ഏറ്റവും പിറകിലാണ് നീ വരേണ്ടത്. എന്തേ കാരണമെന്നറിയോ? യുദ്ധത്തിൽ പല ആളുകളും പലതും മറന്നു വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ചാടിപ്പോയിട്ടുണ്ടായിരിക്കാം. അത് എടുത്തു കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയാണ് സഫ്വാൻ തങ്ങൾക്ക്. അങ്ങനെ സഫ്വാൻ തങ്ങൾ പടച്ചവനെ കടന്നു വരുമ്പോ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിഷമത്തോട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പർദ്ദയിട്ട പെണ്ണിരിക്കുന്നത് കണ്ടിട്ട് സഫ്വാൻ തങ്ങൾ അടുത്ത് വന്നു. നോക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒട്ടകത്തിന്റെ മുകളിലേക്ക് സഫ്വാൻ തങ്ങൾ കയറ്റി. എന്നിട്ട് അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവേ, എല്ലാവരും സഫ്വാൻ തങ്ങൾ ആയിഷ ബീവിയുമായിട്ട് കടന്നു വരുന്നത് കണ്ടു. അല്ലാഹ്, ആയിഷ ബീവിയുടെ എല്ലാവരും അവിടുന്ന് പറയുകയാണ്, സഫ്വാനും ആയിഷയും തമ്മിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, അവിടുന്ന് വ്യഭിചരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ വൈകിയത്. സഫ്വാനെ കാണാൻ വേണ്ടി ആരും കാണാതെ ആയിഷ അവിടുന്ന് നിന്നതാണെന്ന് അല്ലാഹുവേ, ആ സമൂഹം മുഴുവനും അവിടുന്ന് പരക്കുകയാണ്. അറേബ്യൻ സമൂഹം മുഴുവനും അവിടുന്ന് പരക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുമ്പോ പടച്ചവനെ, വല്ലാത്ത വിഷമമായല്ലോ. അല്ലാഹ്, എന്റെ ഭാര്യയെ കുറിച്ചാണ് ഇങ്ങനത്തെ സംസാരമുള്ളത്, എന്റെ ഭാര്യയെ കുറിച്ചാണ് ഇങ്ങനത്തെ മോശത്തരങ്ങൾ പറയുന്നത്. എല്ലാവർക്കും അവിടുന്ന് വല്ലാത്ത അത്ഭുതമായി. റസൂലുള്ളാഹിന്റെ പൊന്നു ഭാര്യ ആയിഷ അവിടുന്ന് വ്യഭിചരിക്കുമോ? അല്ലാഹുവേ, എന്താണ് പറയുന്നത്? എല്ലാ സ്വഹാബത്തിനും അവിടുന്ന് അറിയാം, ഒരിക്കലും ആയിഷ ബീവി അങ്ങനെ പറയില്ലല്ലോ. പക്ഷേ അല്ലാഹ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പടച്ചറബേ സംശയത്തിന്റെ നിഴലിലായി പല കാര്യങ്ങളും അവർക്ക് എതിരായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. ആയിഷ ബീവിയെ ദാ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആയിഷ ബീവി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കയ്യെ പിടിച്ചിട്ട് ചോദിക്കുന്നു, വാപ്പാ, അങ്ങേക്ക് എന്നെ വല്ലാത്ത സംശയമാണോ? ഈ ആയിഷ വ്യഭിചരിക്കുമോ വാപ്പാ? ഈ ആയിഷ വ്യഭിചരിക്കുമോ വാപ്പാ? അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ആയിഷ, എല്ലാവരും അതല്ലേ പറയുന്നത്, എല്ലാവരും അതല്ലേ പറയുന്നത്. പഠിച്ചവനെ, എല്ലാവരും കഴിയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. റബ്ബേ, പുറത്തിറങ്ങുന്നില്ല, തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. സഫ്വാൻ തങ്ങൾ അവിടെ നിന്ന് തളർന്നു പോയിരിക്കുകയാണ്. ശരീരം മുഴുവനും പടച്ച റബ്ബേ വിഷമിച്ച് അവിടുന്ന് വല്ലാതെ വേദനിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം ആയിഷ ബീവി വ്യഭിചരിക്കുന്നില്ലെന്നറിയാം. പക്ഷേ റസൂലുള്ളാഹി അല്ലാഹ് മറുപടി പറയാൻ കാത്തു നിൽക്കുകയാണ്. അല്ലാഹു മറുപടി പറയാൻ കാത്തു നിൽക്കുകയാണ്. പടച്ചവനെ, അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ
പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീടിന്റെ കുള്ളറയില് ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നിട്ട്, ഉമർ തങ്ങൾ കടന്നു വന്നിട്ട്, ഓരോ സ്വഹാബത്തും കടന്നു വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിൽ അവിടുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയോ വലിയവനാണല്ലോ, ലോകത്തിന്റെ നായകനാണല്ലോ നബിയെ, ഇവിടുത്തെ പ്രവാചകനാണല്ലോ നബിയെ, പിന്നെ എങ്ങനെയാണ് അങ്ങേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരീക്ഷിക്കുന്നത്? അങ്ങ് നജസിൽ നിന്ന് ശുദ്ധമാണല്ലോ നബിയെ, അങ്ങ് നജസിൽ നിന്ന് ശുദ്ധമാണല്ലോ നബിയെ. പടച്ചവനെ, അല്ലയല്ലേ ആയിഷാനെ വിവാഹം കഴിപ്പിക്കാൻ പറഞ്ഞത്? അല്ലയല്ലേ ആയിഷാനെ വിവാഹം ചെയ്യാൻ പറഞ്ഞത്? അല്ലാഹുവേ, ഒരു വ്യഭിചാരിയായ മോശത്തരങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നതെന്ന് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത ആനന്ദമായി, വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഇടപെടുന്നുണ്ട്. ആയിഷ നിരപരാധിയാണെന്ന് പറയുന്നുണ്ട്. പഠിച്ചവനെ, എല്ലാവരും അവിടുന്ന് കരിയറിഞ്ഞപ്പോ, എല്ലാവരും അവിടുന്ന് കുറ്റപ്പെടുത്തിയപ്പോ, നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടും പഠിച്ചവരപ്പേ എന്നും പുറത്തിറങ്ങുമ്പോ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹു നിങ്ങളെ കൈവിടൂലല്ലോ. പ്രയാസങ്ങളുണ്ടോ, വേദനകളുണ്ടോ? ഒരിക്കലും നിങ്ങൾക്ക് അല്ലാഹു തആല പരാജയം തരില്ല. കാരണം ഇത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയപ്പോ അല്ലാഹു അവിടുന്ന് ഉത്തരം നമുക്ക് നൽകിയിട്ടുണ്ട്. ആയിഷ ബീവിക്ക് അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. വീട്ടിനകത്തിരുന്നു കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഇങ്ങനെ ഉരുവിടുകയാണ്. ആയിഷ ബീവി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ പടച്ച തമ്പുരാനെ, ആയിഷ ബീവിയുടെ മനസ്സിനകത്ത് വല്ലാത്ത സമാധാനമായി, മനസ്സിനകത്ത് ഉറപ്പാണ് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരും എന്നും ആയിഷ ബീവി ഇങ്ങനെ നോക്കുകയാണ്. പടച്ച റബ്ബേ, പുറത്തിറങ്ങിക്കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്, എവിടെയാണ് എന്റെ ഹബീബ്, എവിടെയാണ് എന്റെ മുത്തുനബി, എന്നെ കൊണ്ടുപോകാൻ വരുന്നത് എവിടെയാണ് എന്ന് കാത്തുകൊണ്ട് റസൂലുള്ളാഹിനെ കാത്തുകൊണ്ട് ആയിഷ ബീവി തന്റെ വാതിലിന്റെ, തന്റെ കവാടത്തിന്റെ മുമ്പില് എന്നും ഇങ്ങനെ നിൽക്കുകയാ. പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ദിക്ർ അവിടുന്ന് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ, നീ എന്താണ് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ളത്? നമ്മുടെ കാര്യത്തിൽ എന്താണ് ദുആ ചെയ്തിട്ടുള്ളത്? അവിടെ നിന്നതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷാദിനെ കുറിച്ച് നന്മകൾ പറഞ്ഞിട്ടുണ്ട്. ആയിഷ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറയുകയാണ്, നബിയെ, അങ്ങ് പ്രയാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോ എല്ലാവരും കരിയൊഴിഞ്ഞാൽ, വാപ്പയൊഴിഞ്ഞാൽ, ഉമ്മയൊഴിഞ്ഞാൽ, സഹോദരങ്ങളെ തള്ളിപ്പറഞ്ഞാൽ, കൂട്ടുകാരും കൂടപ്പിറപ്പുകളും ബന്ധപ്പെട്ടവരെല്ലാവരും അവിടുന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അല്ലാഹ് നമുക്ക് തുണ തരുന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹ് നമുക്ക് തുണ തരുന്ന ദിക്റുണ്ടല്ലോ, എല്ലാവരുടെ മനസ്സിനകത്തും നന്മ വരുത്തുന്ന ദിക്റുണ്ടല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറയുന്ന പരിശുദ്ധമായ ദിക്റുണ്ടല്ലോ നബിയേ, ഇതെന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചു നബിയേ, ഇത് ഞാൻ പതിവാക്കിയിരുന്നു എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിച്ചവനെ അവിടെ നിന്ന് പറയുകയാ. ഇതങ്ങ് പറയേണ്ട താമസമതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ, ഇന്ന് നമ്മുടെ വിജയം അതാണ്, നമ്മൾ ഇവിടെ ഒന്നിക്കാനുള്ള വിജയം അതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും തിരിച്ചു വരാൻ, എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരാൻ, ഇന്ന് ഞാൻ നിന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ പ്രധാനപ്പെട്ട കാരണം അതാണ് ആയിഷ എന്ന്
എന്നവിടെ നിന്ന് പറയുമ്പോ പഠിച്ചവനെ എത്രയോ വിഷമങ്ങളെ കൊണ്ട് വരയുന്നവരാണ് ഉമ്മ. നമ്മുടെ ഹൃദയത്തിനകത്തെ വേദനകളെ കൊണ്ട് വരയുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെപ്പിറപ്പുകള്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെ പറയുന്ന കാര്യങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് അവിടുന്ന് നമ്മളെ തള്ളിപ്പറയുമ്പോ പഠിച്ചവനെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോ നമ്മളെ പടച്ച തമ്പുരാൻ നമ്മളെ വെറുക്കില്ലല്ലോ. ആ അള്ളാന്റെ ഹൃദയത്തോക്കൊന്ന് ചേർത്ത് വെക്ക്, ആ അള്ളാന്റെ ഹൃദയത്തോട്ടൊന്ന് ചേർത്ത് വെക്ക്. അങ്ങനെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈ ദിക്ർ അവിടുന്ന് പറഞ്ഞാൽ അല്ല നമ്മെ കൈവിടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവിടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന സ്വഹാബത്തിനെ അവിടുന്ന് മുനാഫിക്കുകൾ അവിടെ തിരിച്ചു. നിങ്ങൾ പരാജയപ്പെട്ടു പോകും, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ അവിടുന്ന് തിരിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോഴും ബദരീങ്ങൾ അവിടുന്ന് പറഞ്ഞത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ബദർ ജയിച്ച നമ്മൾ കണ്ടില്ലേ? ബദർ ജയിച്ച നമ്മൾ കണ്ടില്ലേ? ആ ബദറിന്റെ രണാങ്കണത്തിൽ പഠിച്ചവന് ആരൊക്കെയാണ് എന്റെ പ്രിയമുള്ളവരെ സാക്ഷിയായത്? പരിശുദ്ധമായ റമളാനിന്റെ 17ന്റെ രാത്രിയാണ് എന്റെ ഉമ്മ ആ ബദറിന്റെ തീരത്തേക്ക് കടന്നുപോയ സ്വഹാബത്ത്. അക്രമത്തിന് വേണ്ടി കടന്നുപോയവരല്ല, അവിടുന്ന് അനീതിക്ക് വേണ്ടി കടന്നുപോയവരല്ല, തന്റെ നീതിക്ക് വേണ്ടി അല്ലാഹുവേ അക്രമത്തിനല്ല പറഞ്ഞുറപ്പിച്ച് പറഞ്ഞു തീർക്കാൻ വേണ്ടി പ്രശ്നങ്ങളില്ലാതാക്കാൻ വേണ്ടി കടന്നുപോയ സ്വഹാബത്തും മുത്തുനബിയും അവസാനം ശത്രുപക്ഷം അവിടുന്ന് പരാജയത്തിന്റെ കഴുപ്പ് തീരുമായി കടന്നു വന്നിട്ട് അവിടുന്ന് അക്രമങ്ങൾ അയച്ചു വിടുമ്പോ അല്ലാഹുവേ പഠിച്ചവനെ, അല്ലാഹുവേ പഠിച്ചവനെ, ഒന്നുമില്ലായിരുന്നു തന്റെ കയ്യില്. എല്ലാവരും പട്ടിണിയാണ്, യുദ്ധത്തിന് ഒരുങ്ങിയിട്ടില്ല, യുദ്ധത്തിന്റെ രണാകണം അടച്ചുറപ്പേ. ഇങ്ങനെ അല്ലാഹുവേ പഠിച്ചുറപ്പേ ഏറ്റവും ഉറപ്പുള്ള നല്ല സ്ഥലം നോക്കിക്കൊണ്ട് ശത്രുക്കൾ പിടിച്ചടക്കിയല്ലോ. ഈ ചളി വരുന്ന ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് സ്വഹാബത്തിന് ലഭിച്ചത്. എന്നാൽ 313 സ്വഹാബത്ത് മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. അവിടെ പക്ഷത്ത് ആയിരക്കണക്കിന് ആളുകളാണ്, ഒരുപാട് ആയുധങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, പടച്ചുറപ്പേ അവർക്ക് വേണ്ടി നൃത്തം വെക്കാനുള്ള പെണ്ണുങ്ങളുണ്ട്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്ത് ഒന്നും തന്നെ ഇല്ല. അവിടുന്ന് ആയുധങ്ങളില്ല, ആരോഗ്യമില്ല, വല്ലാത്ത പ്രയാസമായിരുന്നല്ലോ. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് പോയ സമയത്തും എന്റെ പ്രിയമുള്ളവരെ ആ ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹു തആല മലക്കുകളെ സഹായിച്ചില്ലേ? അല്ലാഹു തആല അവിടുന്ന് പ്രത്യേക സഹായം കൊടുത്തില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ മുമ്പിലേക്ക് ഒരു സഹാബി കടന്നു വന്നു, നബിയെ എനിക്ക് വാളില്ല, എന്റെ കയ്യിലുണ്ടായിരുന്ന തുരുമ്പിച്ച വാള പൊട്ടിപ്പോയി നബിയെ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അവിടെ കിടക്കുന്ന ഒരു ഈത്തപ്പനയുടെ മടലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് യുദ്ധം ചെയ്യേ. കയ്യിലെടുത്തു, അത് വാളായി എന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്വഹാബി ലോകത്തോട് വിട പറയുന്നത് വരെ ആ ഒരു വാള് കൊണ്ട് അവിടുന്ന് യുദ്ധം ചെയ്തിട്ട്. മനസ്സിലായോ? അത്രത്തോളം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കലും കാണാൻ കഴിയാത്ത രൂപങ്ങൾ അവിടെ ഇറങ്ങി എന്ന് ശത്രുപക്ഷം പിന്നീട് പറയുകയുണ്ടായി. ബദർ യുദ്ധത്തിന്റെ ശേഷം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പടച്ചുറബേ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ആ വിഷയം. ആ സമയത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് അവിടെ നടന്ന അത്ഭുതങ്ങളും അവിടെ നടന്ന് ഞങ്ങൾ കണ്ടതും പേടിച്ചു പോയതും ഒക്കെ. ശത്രു ഒന്നുമില്ല, സ്വഹാബി ഒന്ന് തട്ടുന്ന സമയത്ത് അവർ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞ അവർ ഉറങ്ങുകയായിരുന്നു, ഒരു മയക്കത്തിലായിരുന്നു എന്നാണ്. അവരൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ദൂരേക്ക് ശത്രുപക്ഷങ്ങൾ തെറിച്ചു പോകുന്നു എന്നാണ്. അവരും ഏറ്റുപിടിച്ചത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നാണ്. മനസ്സിലായി? ആ ദിക്ർ എന്റെ പ്രിയമുള്ളവരെ മുറുകെ പിടിച്ച് നടന്നവരെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്ത് പ്രയാസമുണ്ടെങ്കിലും ആര് നമ്മെ കൈവടിഞ്ഞാലും ഈ പരിശുദ്ധമായ ദിക്റിനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവിടുന്ന് മാറിക്കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു.